അത്യാവശ്യമായിട്ട് ഓമനക്കുട്ടനെ വീട് വരെ പോണം. ഇപ്പൊ തന്നെ പോവല്ലേ? എടാ പൊട്ട, അവൻ സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന്. ചക്കയാ വീണാന്ന് തോന്നും. നോക്ക് മനുഷ്യ. ഹലോ എടാ, എനിക്ക് ഇപ്പഴാ മെസ്സേജ് ചെയ്തിട്ട് ഞാനിവിടെ ഇറങ്ങി. ഞാൻ ഉടനെ എത്തും. എടാ എല്ലാവർക്കും ഈ മെസ്സേജ് തന്നെ നിൽക്കുന്നത്. അവൻ എന്തോ പറ്റിയിട്ടുണ്ട് ഉറപ്പാ. ഒന്നും മിണ്ടാണ്ടിരിക്കൂ. എന്റെ പൊന്നു ദേമേ, എന്തെങ്കിലും വായനൊരു നല്ല കാര്യം ചാവാൻ പറ്റും. എടാ നാറി. ഇതിനെന്താ ഉലാത്തു? ഓവറാക്കരുത്. ഹലോ, ഹായ്. ഓമനക്കുട്ട, ഞാൻ സണ്ണി. എന്തുവാടി ചോദിക്കും. ഓമനക്കുട്ട, പപ്പയും മമ്മിന്നൂല്ലേ? അവരൊക്കെ ഡൽഹിയില. അതെ ഓമനക്കുട്ട, എനിക്കൊരു ഫേക്ക് മെസ്സേജ് വന്നു. നീ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. എന്റെ ഫോണാന്ന് വിളിച്ചിട്ട് കിട്ടുന്നു. ഞാൻ ആകെ ടെൻഷൻ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഓമനക്കുട്ടൻ നിന്നെ പോലെ നെഗറ്റീവ് ഒന്നുമല്ലെന്ന്. ഈ ബോഡി മുഴുവൻ ഫുൾ പോസിറ്റീവാ. അല്ലടാ, എന്റെ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. 2 ബോട്ടിൽ സ്ലീപ്പിംഗ് പിൽസാ കഴിച്ചത്. ഒരു മയക്കെങ്കിലും വരണ്ടേ? ഓമനക്കുട്ട, എന്റെ പൊന്നേട്ട ഇന്നെങ്കിലും എത്തിക്കോ? വയറെഴുകാൻ പഠിച്ചല്ലോ അല്ലേ? ഇനിയുണ്ട് പഠിക്കാൻ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇടോ, അയാൾ അവിടെ കിടന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. വയറ് കഴുകിയതല്ലേ? ഇപ്പൊ ഉടനെ ഒന്നും കൊടുക്കാൻ പാടില്ല. ദേ, ഒന്ന് ഈ മരുന്നിന്റെ ബില്ല് അടയ്ക്കണം. എന്റെ ഓമനക്കുട്ട, നിനക്ക് ആരാ ഇതൊക്കെ വാങ്ങിച്ചെന്ന്? ഒന്നും കഴിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് അങ്ങനെ പറയാം. വയറ്റിലുണ്ടായിരുന്ന ഫുള്ള് കളയുകയും ചെയ്തു. എനിക്ക് പിന്നെ വിശക്കൂലേ? ഓമനക്കുട്ട, എന്ത് പണിയായി കാണിച്ചത്? അതല്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചത്. ക്യാഷിന് ക്യാഷ്, കാറിന് കാറ്. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടോ ഓമനക്കുട്ട? സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലം നിൽക്കാൻ ശ്രമം നടത്തി. ആ പാളിപ്പോയി. പിന്നെ മരിയ, അവൾക്കും എന്നെ വേണ്ട. പോട്ടെ ഓമനക്കുട്ട, എല്ലാം ശരിയാവും. ഞങ്ങളൊക്കെ ഇല്ലേ? സത്യം സത്യം. എന്തൊരു കൂതറ മുറിയാണിത്. മനുഷ്യന് ബോധമില്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് കിടന്ന് സ്ഥലം ഇതാ. വേറെ നല്ല മുറിയിലും കിട്ടും നോക്കിയാ. ചെല്ലേ പോ, ചെല്ലേ. നോക്കിയിട്ട് വരാം. ഹായ്. ഹായ്. പെർഫ്യൂം ഉപയോഗിക്കും അല്ലേ? ഇപ്പൊ ഉപയോഗിക്കുന്ന പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചൂടെ? വേറെ ഏതെങ്കിലും? ഇതൊരു സുഖമില്ല. 1500. 1500 അല്ലേ? മോനെ ഗൗതമേ, ചേട്ടന്റെ പേഴ്സ്. ചേട്ടന്റെ പേഴ്സ്. ഈ പെമ്പിള്ളേർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ? കറക്റ്റാണ് ചേച്ചിയല്ല? സോറി. അല്ലേ ഓമനക്കുട്ടനെ പോലത്തെ ഒരു ബിഗ് ഷോട്ടിന് ആരെങ്കിലും വേണ്ടെന്ന് പറയും. ഓമനക്കുട്ടന് എന്തൊരു കുറവ്? ഓമനക്കുട്ടന് കുറച്ച് ബുദ്ധിയുടെ കുറവുണ്ട്. കുറച്ച്. പക്ഷെ ഒന്ന് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ശരിയാവും. അതെ, ഈ മാസത്തെ ചെലവിന് ആർത്ത് വിട്ടതുണ്ട്. അത് നമുക്ക് ഓമനക്കുട്ടനോട് പറഞ്ഞ് ശരിയാക്കാം. അത് നീ അവന്റെ വീട്ടിൽ പോയി ശരിയാക്കിയാൽ മതി. ഇപ്പൊ നീ ഒരു ഓട്ടോ വിളി. വീട്ടിലോട്ടാ? ഒന്നും ശരിയാവില്ല. ഇപ്പൊ അവന്റെ പാരന്റ്സ് എല്ലാം അവിടെ ഇല്ലാത്താണ്. ഇനി ഇതുപോലത്തെ വല്ല പരിപാടികൾ ചെയ്താലോ? അതിന് അവന്റെ വീട്ടിൽ സർവൻസ് ഒക്കെ ഉണ്ട്, അത് അവർ നോക്കിക്കോളൂ. സർവൻസിനെ ഏൽപ്പിക്കാനാ? അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്ത് മോൻ പറയൂ? നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? നമ്മുടെ റൂമിലേക്ക്. മിസ്റ്റർ ഡൊമിനിക്, താങ്കൾക്ക് അവന്റെ ക്യാരക്ടർ എന്നിട്ട് അറിയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തോന്ന് ക്യാരക്ടറാ? ഗിറ്റാർ വാങ്ങാനും പൈസ കടം തരാനും ഓമനക്കുട്ടം വേണം. ഇപ്പൊ അവനൊരു ആവശ്യം വന്നപ്പോ അവന്റെ ക്യാരക്ടർ ശരിയല്ല. നിന്റെ ക്യാരക്ടറാ ശരിയല്ലാത്തത്. ബ്ലഡി ഫൂൾ. നമ്മൾ അവനെ കൊണ്ടുപോകുന്നു.
ഓമനക്കുട്ടന്റെ കംപ്ലീറ്റ് റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. പ്രതീക്ഷിച്ചത്ര പോരാ, ചെറുതായി. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബാ ബാ. നാടൻ പോയപ്പോ ബുൾഡോഗ്. ഡോ അവനോടൊന്ന് പതുക്കെ കയറാൻ പറ. നാളെ കുറഞ്ഞ അവന്മാർക്കൊന്നും ഉറക്കം വരില്ലേ? കുറച്ച് ഓൾഡ് കൺസ്ട്രക്ഷൻ ആണല്ലേ? ഇങ്ങോട്ട്. ഇവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഒരു റീഅറേഞ്ച്മെന്റ് ആവശ്യമുണ്ട്. ഇവിടെ തിന്നാനും കുടിക്കാനൊന്നുമില്ലേ? ഇല്ലേ? ഇല്ല. ഇല്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വിടാം, നല്ല വിശപ്പുണ്ട്. വാങ്ങിക്കാം. ടോയ്ലറ്റ് എവിടെ? ടോയ്ലറ്റ് അവിടെ 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 ദേ അങ്ങനെ ഇതില് ഞാനൊന്ന് മൂത്ര വെച്ചിട്ട് വേഗല്ലേ. എന്താണിത്? എന്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവന്റെ ക്യാരക്ടർ നമ്മളായിട്ട് സിംഗാവില്ലെന്ന്. ഓമനക്കുട്ടന്റെ തീറ്റയുടെ കാര്യമാണ്, അത് ഞാൻ ഏറ്റു. ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ റിട്ടേൺസ് കിട്ടും. അതാണ് business. എന്തിനാണ് നിങ്ങൾ എന്നോക്കണേ? എന്ത് കാര്യം? എന്താ ഒരു ഡിസ്കഷൻ? ഞാൻ വന്ന പ്രമാണിച്ച് പാർട്ടി വല്ലതും പ്ലാൻ ചെയ്യായിരിക്കും അല്ലേ? എന്നാ വേണ്ട, ഇന്ന് ചെലവ് എൻ്റെ വര. ഓക്കേ, കലക്കി. അതാണ്. പിന്നെ ഞാനൊരു മീറ്റിംഗിൽ തിരിച്ചു വിളിച്ച പോരെ? അതെന്താ ഈ നേരത്തൊരു മീറ്റിംഗ്? ഞാൻ എപ്പോ വിളിച്ചാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടേ പറ്റൂ. ഒരാൾ പറയണത് മാത്രം അങ്ങനെ കേട്ടാ പറ്റില്ലല്ലോ. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞിട്ടില്ല. സൈഡ് ഡിഷ് അടിക്കാൻ വേണ്ടി പെഗ് അടിക്കലോ. പെഗ് അടിക്കാനായിട്ട് സൈഡ് ഡിഷ് അടിക്കും. വേഗം വാ, ഇതിപ്പോ തീരും. ടീന, ഞാൻ തിരിച്ചു വിളിച്ചാ പോരെ? പോരാ, എനിക്കിപ്പോ സംസാരിക്കണം. നമ്മുടെ കാര്യം ഞാൻ പപ്പയോട് സംസാരിച്ചായിരുന്നു. അപ്പൊ പപ്പ പറയാ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു തീരുമാനമില്ല. അവള് നാളെ രാവിലെ വിളിച്ചെന്നെ ശല്യപ്പെടുത്തിക്കോളും. അത്രേ ഉള്ളൂ. എന്തടിയാടാ? നീ അടിച്ചോടാ, അടിപൊളിയല്ലേ? എന്തടാ? നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാനും വിളിക്കാനും ഒക്കെ കുറേ പേരുണ്ട്. എനിക്ക് ആരുമില്ലടാ. നീ എന്തിനാടോ ഓമനക്കുട്ടൻ ഇങ്ങനെ വിഷമിക്കണേ? നിനക്ക് എത്ര പിള്ളേരെ നമ്പറാണ്? ഞാൻ തരാം. എൻ്റെ ഫോൺ ഒരു നമ്പർ അയാൾ വിളിച്ചാൽ നിനക്ക് ശല്യം. ഇത് എൻ്റെ ഫോണാണ്, ഇതിൽ കുറേ നമ്പറുണ്ട്, നീ എടുത്തു. വിളിച്ചോടാ, കുറേ നമ്പറുണ്ട്, വിളിച്ചോ. കാര്യമായിട്ട് ഞാൻ ഈ നമ്പറൊക്കെ ഇതിലേക്ക് കോപ്പി ചെയ്തോട്ടെ. ഞാൻ അപ്പുറത്ത് പോയി നോക്കിയിട്ട് പുള്ളി കറക്റ്റാട്ടാ. തടിയുണ്ടെന്നേ ഉള്ളൂ. എന്തൊരാ ശരി ഗിറ്റാർ ഇവരെന്തിനാണ് ഗിറ്റാർ എടുക്കണേ? ഈ തെണ്ടി ഞാൻ കൊല്ലൂട്ടോ. എന്നാ നിന്നെ ഞാൻ കൊല്ലും. ഓമനപ്പൊട്ടാ ഗൗതമേടാ, ഓമനക്കൂട്ടോ, നിന്നോട് ആരെയും എടുക്കാൻ പറഞ്ഞേ? എന്താ ഇത്? ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ? ഞാൻ തോന്നിയ പോലെ വായിക്കും. എടാ ഇങ്ങനല്ലടാ വായിക്കുന്നത്, ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പൊ പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം ഉറക്കം വരുന്നുണ്ട്. നാളെ പഠിപ്പിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ താഴെ കിടന്നോളൂല്ലോ. എനിക്ക് ഒറ്റ കിടന്നാലും ഉറക്കം. താഴെ കിടക്ക് ഇഷ്ടമല്ല.
ഇന്നാ നിന്റെ ഗിറ്റാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അല്ല, എൻ്റെ അമ്മ പറയാറുണ്ട് രാവിലെ നേരത്തെ എണീറ്റ നല്ല മസിൽസ് ഒക്കെ ഉണ്ടാവും. അതെ, ഉണ്ടാവും എന്നാണ്. ഈ തടിയനെതിരെ നമ്മളെ വിളിച്ചെണീപ്പിക്കണത്. എടാ, അവന്റെ അമ്മ പറഞ്ഞാൽ അവനെഴുന്നേക്കിട്ട് നമ്മളെന്തിനാ വിളിക്കണത്? ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്ത് കൂർക്കം വലിയാണ്. അതിനിടെ കൊതുകടിയും കറണ്ട് പോക്കും. കറണ്ട് എന്തു പോക്ക്? കറണ്ട് പോയതൊന്നും അല്ല, കളഞ്ഞാണ് ഇവിടെ ഒരാള്. ആര്? ഞാൻ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണായിരുന്നു. അപ്പോഴാണ് ഈ സാധനം വന്നെ തട്ടി വിളിച്ചിട്ട് പറയണ തണുക്കണ്, ഫാൻ ഓഫ് ചെയ്യും. അത് കേട്ട് നീ എന്തിനാണ് ഓഫ് ചെയ്യണേ? പിന്നെ എന്റെ പട്ടി ഓഫ് ചെയ്യും. ലാഫിംഗ് പുതയ്ക്ക് ഇവിടെ തണുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വിസന ഇങ്ങനെ കാലിൽ കൂടെ കയറി വരുമല്ല. ഇങ്ങനെയാണ് കഴുകി കളഞ്ഞ പിൽസിന് പറഞ്ഞ ഞാനോട് വിഷം കളി കൊടുക്കൂട്ടാ. പന്നി ഇറച്ചി കഴിക്കൂ? ഞാനെന്തും കഴിക്കും, പക്ഷെ പാല് ഇതെനിക്ക് മാത്രം. എടാ, ഒരു പാക്കറ്റ് ഉള്ളൂടാ. സൊസൈറ്റി ദിവാകരനല്ലേ? തുളസീധരൻ പിള്ളയാ. നാളെ മുതൽ ഇവിടെ പാല് വേണ്ട. ഗേറ്റിൽ നിന്ന് കണ്ട നായ്ക്കളൊക്കെ എടുത്തുകൊണ്ട് പോകും. അയ്യോ വേണ്ട ഡിയ, അടുക്കള കയറി അടുപ്പത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനവാ. ശരി എന്നാ. ഇയാൾ എന്തായി കാണിക്കണത്? ഇത് നോക്കിയേ. ഉമ്മൻ പോയപ്പോ ഓമനക്കുട്ടൻ. അവന്റെ അപ്പടെ ക്ലോസറ്റ് വാടക എന്ന് പറഞ്ഞ് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങുന്ന കാശല്ലേ? ജാമ്പോന്റെ കാലത്തുള്ള കക്കൂസ് വാങ്ങിച്ചത് പൊട്ടൂല്ലേ? അത് പൊട്ടിച്ചോ? വേറെ വല്ല പണിക്കും പോടോ തടിയാ. ഇത് എന്റെ വീട്ടിൽ നിന്റെ കൊച്ചപ്പൻ ഗിൽബർട്ടിന് വാടകയ്ക്ക് കൊടുത്ത വീടായത്. അവൻ്റെ ശല്യം ഒഴിവായല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരൊറ്റ ആഴ്ചക്കെന്ന് പറഞ്ഞ് നീ ഒരുത്തൻ കയറി വന്നത്. നീ മാറിയില്ലെന്ന് മാത്രമല്ല, പുറകെ 3 എണ്ണം വേറെയും. ഒരുത്തൻ വന്ന് എൻ്റെ പേപ്പർ വായന നിർത്തി. ഇപ്പം ചായ കുടി. ഇന്നലെ വന്ന് കയറിയ ആ തടിയൻ ഈ വീട് തകർക്കും. അത് ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് പൊട്ടിച്ച ക്ലോസറ്റ് മാറ്റിവെച്ചോ, അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇറക്കുന്ന കാര്യം എനിക്ക് ബാപ്റ്റിസ്റ്റിനോട് പറയേണ്ടി വരും. ബാപ്റ്റിസ്റ്റ്. ഇപ്പൊ നീ ചെല്ലേ. നാല് ദിവസം അപ്പിടാതിരുന്ന നീയൊക്കെ വടിയുമ്മ പാമ്പ് വരുന്നത് പോലെ എൻ്റെ അരികെ വരും. അല്ല, ആരെ ഈ ബാപ്റ്റിസ്റ്റ്? നിനക്കറിയോ അയാളെ? എടാ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാറിൽ ഒരിക്കൽ ആള് വന്നിട്ടുണ്ട്. Keep the change. Thank you, sir. 100, 500, 1000. 1500. അത് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും. ഈ ചങ്ങായി ആരാ? ഇനി ഇവിടെ ഒരുത്തനും ബാപ്റ്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കരുത്.
ഇനി ഞാൻ ക്ലോസറ്റ് പൊട്ടിച്ചേക്കാനുള്ള ബാപ്റ്റിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കുമോ? അത് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓമനക്കുട്ടാ, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. ഞാനില്ല, ആ വീട്ടിലേക്ക് പോണേക്കാ നല്ലത് ചാവുന്ന. ഓമനക്കുട്ട 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 നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. അബദ്ധോ? എടാ ഞാൻ അടുക്കള വരെ പോവാ, വിശക്കണു. നീ എന്തൊക്കെയാ അങ്ങനെടാ? തുളസി എന്ന് പറയുമ്പോഴത്തേനും ഓടി വരണല്ലോ അയാള്. എടാ ബാപ്റ്റിസ്റ്റ് ആള് പ്രശ്നക്കാരനാ എന്ന് വെച്ചാൽ ഈ ഊള കേസൊന്നും പിടിക്കില്ല. പിന്നെ എന്ത് മറ്റേനാണ് നീയൊക്കെ അയാൾ പറഞ്ഞാണ് മറ്റേ കെട്ടിയെടുക്കും പറഞ്ഞത്. മനുഷ്യന്റെ ഉള്ള ജീവനങ്ങ് പോയി. എടാ ഞാൻ അങ്ങനെയെങ്കിലും അവൻ തിരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞാണ്. തിരിച്ചു പോട്ടേന്ന്? അയ്യേ, പൊന്മുട്ടിടുന്ന താറാവാണ്, അങ്ങനെയൊന്നും കൊല്ലാൻ പറ്റൂല. അതേടാ, അവനിട്ട് ആദ്യത്തെ മുട്ട ഇന്ന് പൊട്ടിയത്. നീ വളർത്തിക്കോടാ. നമ്മുടെ കൂടെ വന്നിട്ട് അവൻ ചെക്കൻ എത്ര ദിവസമായി? 2 ദിവസമായില്ലേ? ഇതുവരെ ആരെങ്കിലും വിളിച്ചാ? ഇല്ലല്ലോ. എനിക്കിപ്പോഴാണ് കാര്യങ്ങളിലെ കിടപ്പ് മനസ്സിലായത്. എടാ അവൻ ആത്മഹത്യ ചെയ്യേണ്ടവനാണ്, അല്ലെങ്കിൽ നമ്മൾ 3 പേരും മിക്കവാറും ആത്മഹത്യ ചെയ്യേണ്ടി വരും. എടാ അവൻ ആരാന്ന് നിനക്കൊന്നും അറിയില്ല. അതൊക്കെ വിട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം തെളിയാൻ പോവാണ്. ഇനി നമുക്ക് വെച്ചടി കേറ്റൊരിക്കും. വെച്ചടി നല്ല കേറ്റമായിരിക്കും. ചോദിക്കുന്ന കാശ് മുഴുവൻ കിട്ടണമെന്ന് അവൻ വാശി പിടിക്കുന്നത് ഒരു അത്യാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കയ്യിലിരിക്കുന്ന മുതലിന് അവൻ പറയുന്നതാണ് വില. നമുക്കത് ആവശ്യമായിട്ടല്ലേ? എന്നാലും ആദ്യത്തെ ഡീല കണ്ടിട്ട് അവനാളത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല. വെടിപ്പിന്റെ കാര്യത്തിൽ നമ്മളും തീരെ മോശമല്ലല്ലോ. പക്ഷേ ഡീൽ ടൈമിൽ പാസ് പിസ്റ്റ് തനിച്ച് തനിച്ചു വരണമെന്നുള്ള വാശി അതാ മനസ്സിലാവാത്തത്. അവനും തനിച്ച് തന്നെയല്ലേ വരുന്നത്. ഇങ്ങനത്തെ കച്ചവടത്തിൽ ആദ്യം പരസ്പര വിശ്വാസമാണ് വേണ്ടത്. താൻ ടെൻഷൻ അടിക്കണ്ട. ഞാനിത് ഇന്നും ഇന്നലെയും കളിക്കാൻ തുടങ്ങിയതല്ല. മ്യൂസിയത്തിൽ നിന്നും കോടികൾ വിലയുള്ള ഡയമണ്ട് അജ്ഞാതർ മോഷ്ടിച്ചു. മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഡയമണ്ട് രാജവംശം നിനക്ക് ഇങ്ങനെ വല്ല പരിപാടി പ്ലാൻ ചെയ്തൂടെ? നല്ല കാശായിരിക്കും. വ്യക്തമല്ല. എന്നാൽ മോഷ്ടാവിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് കേസന്വേഷണം നടത്തുന്ന SP രഘുറാം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു. சரி நான் தனியா வரேன். நீயும் அதை மறந்துடாத. தனியா தானே வர? தேங்க்ஸ். தேங்க்ஸா? சரி, எந்த இடம்னு சொல்லு. அந்த டைம்ல சொல்றேன். இதை பார் பேப்டிஸ்ட், நான் விசுவாசமாக இருந்தால் ரொம்ப விசுவாசமாக இருப்பேன். என் கூட விளையாடணும்னு நினச்சேன், உன்னை கூட பெருசாக விளையாண்டுருவேன். ஸோ நான் எப்படி இருக்கணும் நீ தான் முடிவு பண்ணணும். கரெக்டு தான். ஆனால் முடிவு பண்ற இடத்துல எப்பவுமே நான் தான் இருப்பேன். താനിത് എവിടെ കൊണ്ടേ കളയാനാണ്? നീ കഴിച്ചോ ഓമനക്കുട്ട? കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. നിറച്ച് കോൺഫിഡൻസ് ആണല്ലോ അവിടെ. ഇതും കൂടി കഴിച്ചു. കോൺഫിഡൻസ് നല്ലതാണ്. കുറച്ച് കോൺഫിഡൻസും കൂടെ ഓർഡർ ചെയ്യൂ ചേട്ടാ. നീ കഴിക്കുന്നില്ലേ? അകത്തുള്ള കൊണ്ട് തട്ടാൻ സ്ഥലമില്ല, അപ്പോഴാ അകത്തോട്ട് തട്ടുന്നത്. ബാബാ രാംദേവ്
നീ രാവിലെ ആസനമൊക്കെ തുടങ്ങിയ? ആസനല്ലടിയാ, രാവിലെ തുടങ്ങിയ വിളിയാ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നീ വേറെ എന്തിനേലും കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇവനെ കണ്ട എന്ത് സ്ഫോടനാണ്. വല്ല ആവശ്യമുണ്ടാ? ചേട്ടന്മാർ രണ്ടുപേരും ഇത് പിടിച്ചിരുന്നോളൂ. നീ എവിടെ പോടാ? ഇനി നിന്ന പൊട്ടുകളിയാ. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ നോട്ടെ. എടാ ഞാനും ഉണ്ടാ, എന്നോട് കൊണ്ടുപോകും പ്ലീസ്. നോക്കട്ടെ ഓമനെ കൂട്ടാ, അയാളുടെ വീടിന്റെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ഞാണ്ട് ആദ്യം ഞാൻ കയറുവേ. ആഹാ, അനിയന്മാരെ അപ്പിടാൻ വന്നായിരിക്കും അല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്നേ. അതുകൊണ്ട് ഈ ഗജനാവിന് ഞാനൊരു കൂട്ടങ്ങ് വാങ്ങി. പിന്നെ കണ്ട നസ്രാണികൾക്ക് കാര്യം സാധിക്കാനല്ല ഞാൻ ഈ കക്കൂസ് പണിതത്. മിസ്റ്റർ പിള്ള, ഓമനെ കൂട്ടാ ഞാൻ നായരാ. മാർഗം കൂടിയതാവും. ഇവന്മാരെ കാണുന്നില്ലല്ലോ, കഴിഞ്ഞില്ലേ? ആ തടിയൻ ആദ്യം കേട്ടോണ്ടിരുന്നാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അതും പൊട്ടിക്കും. അയാളവിടെ താഴോട്ട് കൂട്ടി. ഇതിനാദ്യം ഞാൻ കൊല്ലും, പിന്നെ ഞാൻ അയാളെ കൊല്ലും. എന്നിട്ട് ഞാൻ രണ്ടിടത്തിന് കറി വെച്ചിട്ടല്ലേ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് എനിക്ക് എന്തിലും ചെയ്യും. ഇവരെന്താ കാണിക്കണേ? ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞൊരു സൂത്രമുണ്ട്. മാനം കാണാത്ത കല്ലെടുത്ത് 3 പ്രാവശ്യം വയറ്റത്ത് ഒഴിഞ്ഞാല് അപ്പിടാൻ മുട്ടൂല. പിന്നെ കല്ലൊഴിഞ്ഞ് പോക്കറ്റ് ഇടണമെങ്കിൽ അപ്പൊ തന്നെ അപ്പി തിരിച്ച് മേളിൽ കയറി പോവല്ല. എടാ, ഈ ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തുളസീകരം പിള്ള ഇത് പണിഞ്ഞു തരത്തില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അയാൾ നമ്മളെ ഇവിടുന്ന് പുറത്തി അടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട് മാറണം. വീട് മാറലും നടക്കൂല, ഈ വാടകയ്ക്ക് വേറെ വീട് കിട്ടൂലെന്ന്. എന്നാ ഈ പ്രസ്ഥാനം നമ്മൾ തന്നെ പണിയേണ്ടി വരും. 500 രൂപ ഞാനിട്ട് നമുക്ക് പ്രസ്ഥാനം പണിയാ. ഞാനും ഇട്ട് 500. ബാക്കി നിന്റെ കുബേർ കുഞ്ചോട് തരാൻ പറ. ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഇവന് താർക്കട രാവിലെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത് വേറെന്തോ പുലിവല ഒപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. ഗൗതം മിണ്ടായിടാ, വിളിക്കാട്ടാ. ഓമനക്കുട്ടാ, നമ്മളിങ്ങനെ പിരിവിട്ട് ക്ലോസറ്റ് വാങ്ങിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോ ഓമനക്കുട്ടന്റെ വക എന്തെങ്കിലും ഷെയർ? എൻ്റെ കയ്യിലൊന്നുമില്ല. ഗിറ്റാർ ഇവനും മേടിച്ച് കള്ളും മേടിച്ച് കഴിഞ്ഞപ്പോ എൻ്റെ അടുത്തൊന്നുമില്ല. അല്ല, അത് കുഴപ്പമില്ല, ആളെ അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ മതി. അക്കൗണ്ടിലൊന്നുമില്ല, അതൊക്കെ അപ്പൻ ഫ്രീസ് ചെയ്ത് കളഞ്ഞു. ഫ്രീസാ? അധിക ചെലവാന്നാ പറയണ. അതിനൊരു തീരുമാനമായി. ഓമനക്കുട്ടാ, 1200 രൂപയേ ഉള്ളൂ. ജീവിച്ചു പോട്ടെ പാവങ്ങളാ. അപ്പൊ നിന്റെ ഇനി ഒന്നുമില്ലേ? അതെ, എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. എവിടെ പോണ്? ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. നമ്മള് വേറൊരു ബുക്ക് നോക്കിയായിരുന്നല്ലേ, അത് അമ്മൂമ്മയുടെ ബുക്ക്. പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലടി. പണ്ടിവനൊരു കളിയാൽ പുലിയെ കണ്ടെച്ചത് ഞാൻ.
അതിലെങ്ങനെ പോയി കയറി. എടാ അത് ഞാൻ ഓടിച്ചോട്ടെ. ഒന്ന് പോയിക്കോ. എടാ സമ്മതിക്കണ. അത് കേട്ടോ, നീ അവനെ എടാ ഞാൻ ഓടിക്കടാ. പൊളിക്കരുത്. பேப்டிஸ்ட் நான் உன்னை பார்த்துட்டேன். ஆமாம், தனியாக தான் வந்திருக்கு. சரி, ஏன் இந்த இடம் பப்ளிக் எல்லாம் இருக்கு? அவன் வேலையை பார்த்துட்டு இருப்பான். இதுதான் சேஃப்டியான இடம். ஏதாவது பிரச்சனை ஆச்சுன்னா? எதுவும் ஆகாது. எவ்ரிதிங் இஸ் இன் மை கண்ட்ரோல். அது மட்டும் இல்லை, ஏதாவது இன்ஃபர்மேஷனில் போலீஸ் வந்தால் கூட இந்த க்ரௌடில் ஷூட் பண்ண முடியாது. எனக்கு ஒரு 5 minutes டைம் தேவை. இது நம்ம ஃபர்ஸ்ட் டீல். எனக்கு பொருள் ஒரிஜினல் செக் பண்ணோம். சரி, நான் எப்படி பொருள் அனுப்புறது? பொருள் அவங்கிட்ட கொடுத்துரு. நான் எப்படி உன்னை நம்புறது? நீ என்ன நம்பித்தான் ஆகணும். தனியாக வரேன்னு சொல்லிட்டு அவன் ஒரு கேரியர் மட்டும்தான். எல்லாத்தையும் எக்ஸ்பிளைன் பண்ண டைம் இல்லை. அவங்ககிட்ட கொடுத்துரு. கொடுக்குறேன். Just hold on. Okay, don't move. Yes, sir. Wait for my orders. Sir. എനിക്ക് രണ്ടിനെ ചേർക്കണം, റൈറ്റ്? Okay, sir. Okay, swing right side. Right, swing. Okay, now swing left. Sir, we have different models here. You know, it's not the model. We need capacity. Sir, this one has a maximum capacity. It has inbuilt fan, automatic flush. How much is it? It's only 3,20,000 rupees. നന്നായി. ചേട്ടാ, നമുക്ക് കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയ വില കുറഞ്ഞ ക്ലോസറ്റ് മതിയായിരുന്നു. ഇറ്റ്സ് ഒറിജിനൽ. நான் கேஷ் அனுப்புறேன். அதெல்லாம் வேண்டாம், நீ தான் வரணும். சரி, நானே வரேன். Move slowly. അയ്യോ ഉട്ടി പിന്നെ പൊട്ടിച്ചു ഈ ഗ്രാമസടിയാ ഓടാ പുതിയ ടീഷർട്ട്